കഴിഞ്ഞ ദിവസം അന്തരിച്ച കർദിനാൾ മിഗുവലിന്റെ മൃതസംസ്കാര ശുശ്രൂഷകൾ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്നു. നവംബർ 27 ബുധനാഴ്ച നടന്ന തിരുക്കർമ്മങ്ങളിൽ കർദിനാൾ സംഘത്തിന്റെ ഡീൻ കാർഡിനൽ ജിയോവാന്നി ബാറ്റിസ്റ്റ റൈ മുഖ്യ കാർമ്മികനായി. മൃതസംസ്കാര ചടങ്ങുകളുടെ അവസാന ഭാഗം ഫ്രാൻസിസ് പാപ്പയാണ് നടത്തിയത്. മതാന്തര സംവാദത്തിനുള്ള ഡിക്കാസ്റ്ററിയുടെ പ്രിഫെക്ട് കർദിനാളായിരുന്നു അന്തരിച്ച കർദിനാൾ മിഗുവൽ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മിഗുവൽ ഏഞ്ചൽ ആയുസോ ഗുയിസോട്ട് എന്നാണ്. ജനതകളും മതങ്ങളും തമ്മിലുള്ള സാഹോദര്യം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സൗമ്യതയോടും ജ്ഞാനത്തോടും കൂടി ദൈവസ്നേഹത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചതെന്ന് ഫ്രാൻസിസ് പാപ്പ അനുസ്മരിച്ചു. അദ്ദേഹം അംഗമായിരുന്ന കോമ്പോണിയൻ സമർപ്പിത സമൂഹത്തിനും കുടുംബാംഗങ്ങൾക്കും അനുശോചനമറിയിച്ചുള്ള സന്ദേശത്തിൽ പാപ്പ ഇങ്ങനെ കുറിച്ചു: വിശ്വസ്തനായിരുന്ന ഈ ദാസനെ സ്വർഗീയ ജെറുസലേമിലേക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ കാരുണ്യവാനായ ദൈവം സ്വീകരിക്കട്ടെ. കഠിനാധ്വാനിയായ ശുശ്രൂഷകനും ജനതകൾക്കിടയിൽ സമാധാനത്തിനായി പ്രവർത്തിച്ച സമർപ്പിതനുമായിരുന്നു കർദിനാൾ ഏഞ്ചൽ ആയുസോ. സുവിശേഷത്തിനും സഭയ്ക്കുമായി അദ്ദേഹം മാതൃകാപരമായി സേവനമനുഷ്ഠിച്ചു. ഈജിപ്തിലും സുഡാനിലും മിഷണറി സേവനമനുഷ്ഠിച്ച കർദിനാൾ റോമിലെ അറബ് ഇസ്ലാം മതവിശ്വാസം എന്നിവയ്ക്കായുള്ള പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷനായും പിന്നീട് മതാന്തര സംവാദങ്ങൾക്കായുള്ള ഡിക്കാസ്റ്ററിയിലും നിരവധി വർഷങ്ങൾ മാതൃകാപരമായി സേവനമനുഷ്ഠിച്ചുവെന്നും പാപ്പ അനുസ്മരിച്ചു. ദീർഘനാളുകളായി തുടർന്ന രോഗത്തെ തുടർന്ന് നവംബർ 25 തിങ്കളാഴ്ചയാണ് കർദിനാൾ മിഗുവൽ ഏഞ്ചൽ നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടത്.